അതെങ്ങനെ യൂസ് ചെയ്യണേന്ന് നോക്കാം. ഇതാണ് അതിന്റെ മെയിൻ സംഭവം, പെൻ. നമുക്കിതിങ്ങനെ ചാർജ് ചെയ്യാൻ നേരത്തെ ഇതിങ്ങനെ വെക്കാം. ഇതാണ് അതിന്റെ കേബിൾ വരുന്നത്. അപ്പൊ നമുക്കിത് ആദ്യം തന്നെ ഒന്ന് ചാർജ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഞാൻ ഫോണിന്റെ ചാർജറാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ചാർജ് ചെയ്തിടാം. ഇവിടെ ചാർജ് റെഡ് ലൈറ്റ് കാണിക്കണേ. അപ്പൊ എനിക്കൊരു സംശയം, ഇത് വെച്ചിട്ട് വേണോ? വേണ്ട, കുറച്ചു നേരം ചാർജ് ചെയ്തിട്ട് അപ്പൊ ഗ്രീൻ കളർ ആവുമായിരിക്കും. അത് വർക്ക് ചെയ്യണമെന്ന് ഓണാക്കി നോക്കിയത്? വർക്ക് ചെയ്യൂല. ഇത് ഓണാക്കാനൊന്നുമില്ല, ഇവിടെ കുത്തിട്ട് ചാർജ് ചെയ്തോ. ഇതെനിക്ക് തോന്നാണ് പുറത്തോട്ട് ഇങ്ങനെ ഇവിടെ ഞെക്കുമ്പോ അങ്ങനെ വരും. ഇപ്പൊ ഗ്രീൻ ആയതുണ്ടോ? റെഡ് മാറിയിട്ട് റെഡ് ലൈറ്റ് ആയിരുന്നല്ലോ ഇവിടെ, പെട്ടെന്ന് ഗ്രീൻ ആയി, പെട്ടെന്ന് ചാർജ് ആയല്ലേ. ഉള്ളിലോട്ടുള്ള ആരോ കാണിക്കുമ്പോ പുറത്തോട്ട് വന്നത് ഉള്ളിലോട്ട് തിരിച്ചു കയറി പോകും. അതപ്പോ അറിയില്ല, നമുക്ക് നോക്കാം. ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ട്. ഓക്കെ, അതായത് ഏത് കളർ എടുക്കാൻ പോണോ? ഏത് കളർ എടുക്കാൻ പോണോ ആദ്യം തന്നെ? എന്ത് പടം ചെയ്യാം? ആദ്യം നിന്റെ പേര് തന്നെ എഴുതേ. ഈ ലീന്ന് എഴുതിയേക്കണുണ്ടോ? അതിന്റെ മുകളിൽ കൂടി ലീന്ന് പറഞ്ഞ എഴുത്. എങ്ങനെയുണ്ട്? ഇപ്പൊ കിട്ടിയ ഐഡിയ. ആദ്യം തന്നെ ഏത് കളർ എടുക്കണം? ബ്ലാക്ക് ആണോ ഇഷ്ടം? യെല്ലോ എടുക്ക്, യെല്ലോ എടുക്ക്. ഈ സാധനം ഇങ്ങനെ കെട്ടിവെച്ച എങ്ങനെ ഒരു സ്റ്റിക്കർ ആണെങ്കിൽ അങ്ങോട്ട് പെട്ടെന്ന് കളയായിരുന്നു. അത്ര സേഫ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയായിരിക്കും. എനിക്കിത് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇത് വാങ്ങിക്കണമെന്ന്. 3D പെന്നല്ലേ? ഞാനൊരു വീഡിയോയില് കണ്ടപ്പോ തുടങ്ങി. ഗായത്രിയുടെ ഗിഫ്റ്റ് അല്ലേ? ഫുള്ള് അങ്ങനെ ചുറ്റി വെച്ചേക്കണേ. ഇത് നമുക്ക് ഓൺലൈനിൽ ഇത് തീർന്നായി കഴിഞ്ഞാൽ വാങ്ങിക്കാം കേട്ടോ. ഇത് ഇത്തിരി നേരം ഇങ്ങനെ ചാർജ് ചെയ്തിടണമെന്ന് പറഞ്ഞു, അതിനാണ് ഇത്. അതല്ല, അത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ അങ്ങനെ വെക്കാൻ വേണ്ടിയിട്ടാണ്. അത് അതിന്റെ ഒരു അറ്റോട്ട് അതിന്റെ ഉള്ളിലേക്ക് വെച്ചേ. അങ്ങോട്ട് ഒരു ഹോളുണ്ട് ചെറുത്, അതിന്റെ പുറകില്. മാക്സിമം വെച്ചോ, അത്ര വെച്ചോ, അത്ര വെച്ചാൽ മതി. ഇനി മറ്റേ മുമ്പിൽ പിടിച്ച് നെക്കി നോക്കി ചിലപ്പോൾ ഉള്ളിലേക്ക് പോകുമായിരിക്കും. പോണ്ട. നമുക്ക് നോക്കാം. അപ്പൊ ഒന്ന് വീഡിയോ കട്ട് ചെയ്യട്ടെ കേട്ടാ. അപ്പൊ നോക്കട്ടെ. കൈയുള്ളല്ലേ. അപ്പൊ ഒന്ന് കട്ട് ചെയ്യട്ടെ കേട്ടാ. ഇതിന്റെ ഉള്ളിലേക്ക് പോണ ഹോള് കറക്റ്റ് അല്ലായിരുന്നു. അപ്പൊ ഇതിപ്പോ ശരിയാക്കി ഇതിന്റെ ഉള്ളിലോട്ട് പയ്യെ കയറിപ്പോണ്ട്. ഞാൻ നോക്കട്ടെ. ശരിയാണ്, ഇതിന്റെ ഉള്ളിലേക്ക് പയ്യെ കയറിപ്പോണ്ട്. പറ്റത്തെത്താണോ? ചൂടായിട്ട് അധികം വന്നത് ഗ്ലൂ ഗൺ പോലെ തന്നെയാണ്. എന്താണ് ഇത്രയും ദൂരം ഇല്ല, നമ്മള് വഴി ഇങ്ങനെ ആക്കി കൊടുക്കുന്നു. വരും ഒന്നാ ഈ മാറ്റി ബ്ലാക്ക് കളറാ? ബ്ലൂ കളർ. അതെന്താണ്? അറിയില്ല. കുറച്ചേരം കഴിയുമ്പോ കളർ വരുമായിരിക്കും. ബ്ലൂ കളറാ തോന്നുന്നത്. ഡാർക്ക് ബ്ലൂ.
ചിലപ്പോ ഈ കളർ ഇടുമ്പോ യെല്ലോ കളർ. നമുക്ക് നോക്കാം. നീ എന്തായാലും അത് ലീന്ന് എഴുതാം അതിന്റെ മുകളിൽ കൂടി നെക്കി പിടിക്കുന്നുണ്ട്. എനിക്ക് കയ്യിലോട്ട് വീണേ പൊള്ളു. ഇപ്പൊ തന്നെ എന്താ ശരിയായി. 6 പോലെയില്ലേ? എനിക്ക് ലീന്ന് എഴുതി കൊടുക്കാം. കട്ടിയിലെഴുത്. അയ്യോ നൂല്. എന്നുവെച്ച് ടോയ്സ് ഒക്കെ ഉണ്ടാക്കണ കൊറേ സ്പൈഡർമാൻ്റെ ഇതും കണ്ണടയും അതും ഇതൊക്കെ ഉണ്ടാക്കാം. ചീറ്റിപ്പോയി. കുഴപ്പമില്ല, ആദ്യമായിട്ട് ചെയ്യണല്ലേ. അതെല്ലാം കൂടി കൂട്ടി പിടിച്ച് അപ്പൊ ഇങ്ങനെ പെട്ടെന്ന് ഉണങ്ങും. ആ മുട്ടിക്കല്ലേ ഇപ്പൊ എല്ലാം പോയാ ഇളക്കിയെടുത്ത് നോക്കി. ഇല്ല, ഇത് ഇത്തിരി കൂടെ ഉണങ്ങണം. അതാക്കി ആദ്യം വന്നുകൊണ്ടാന്ന് തോന്നണം അല്ലേ? ചിലപ്പോ അവര് വല്ല ബ്ലാക്ക് വെച്ച് ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ടാവും. അപ്പൊ ആദ്യം അവിടെ ഉണ്ടായിരുന്ന കളറായിരിക്കും വന്നത്. മനസ്സിലായ? ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടാവും അവര് വർക്ക് ചെയ്യണ്ടെന്നൊക്കെ. ഇപ്പൊ എല്ലാ കളർ വന്നല്ലേ? ഇളക്കിയെടുത്ത് ഇളക്കിയെടുക്കാനാന്ന്. ഇളക്കിയെടുക്കടാ, പയ്യെടുക്കുക. അതൊക്കെ നല്ല അക്ഷരങ്ങളൊക്കെ അല്ലെങ്കിൽ കീറിപ്പറഞ്ഞു പോകും. അത് വലിച്ചു കുറച്ചെടുത്തിട്ടുണ്ടെങ്കിൽ പയ്യെ ഇളക്കിയെടുക്കുക. അങ്ങനെയൊന്നുമില്ല. തിരിച്ചു പിടിച്ച് ചെറിയ ലോക്കറ്റ് പോലെ ഇനി ക്രിയേറ്റീവായിട്ട് ഓരോരോ സാധനങ്ങൾ ഉണ്ടാക്കണം കേട്ടാ. അങ്ങനെ ഉണ്ടാക്കണ വീഡിയോസ് നമുക്ക് വേറെ ചെയ്യാം. എങ്ങനെയുണ്ട്? സൂപ്പർ. എന്താ ഉണ്ടാക്കണ? കണ്ണട കഴിഞ്ഞ് വരച്ച് അതിന് കൂടെ ഒക്കെ ഉണ്ടാക്കണ്ടേ? ഫ്ലവർ ചെയ്ത് റോസ് വരക്കാൻ അറിയാം നിനക്ക്? റോസ് വരച്ചേ. എന്നാ എന്തെങ്കിലും ഒരു ഫ്ലവർ വരക്ക്. ഒന്നും കാണാൻ പറ്റില്ല. പക്ഷെ അങ്ങനെയല്ലടാ ആദ്യം വരക്കേണ്ടത്. ആദ്യം ഒരു റൗണ്ട് വരക്കണം. എന്നിട്ട് അതിന്റെ ചുറ്റുമാണ് അതിന്റെ ഇതളുകൾ വരക്കേണ്ടത്. ആദ്യം ഒരു റൗണ്ട് തന്നെ വരക്കേണ്ടത്. പടം വരക്കുമ്പോ അങ്ങനെയല്ലേ? വീഡിയോ എടുത്തോണ്ടിരിക്കണേ. ഇങ്ങനത്തെ ഫ്ലവറുകളൊക്കെ എടുത്ത് ഫ്ലവറാ അവിടെ അത് എടുത്ത് ഇതെല്ലാം പിടിച്ച് കാണിച്ച് അത് നല്ലോണം ചെയ്ത് പഠിക്കണം. നീ പെട്ടെന്ന് റഫായിട്ടൊക്കെ ഒരു ഐഡിയ ഇല്ലാണ്ട് ചെയ്തിട്ടാണ്. നിനക്ക് വരക്കാൻ അറിയാല്ല. ഈ സാന്താക്ലോസിനെ നീ വരച്ചതല്ലേ? ഇത് ചെയ്ത് എങ്ങനെ ഉണ്ടാവും? ഇത് നീ കുറച്ചും കൂടി ചെയ്ത് പഠിച്ചിട്ട് ചെയ്താൽ മതി. നേരെ ഭംഗിയുള്ള സാന്താക്ലോസ് ആണ് അതിനായിട്ട്. ബാക്ക്ഗ്രൗണ്ട് വരച്ചിട്ട് കട്ട് ചെയ്ത് ഒട്ടിച്ചല്ലേ? അപ്പൊ കൂട്ടുകാരെ, എനിക്ക് 3D പെൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. ഞാനിനി ഇതിന്റെ ക്രാഫ്റ്റ് വീഡിയോസ് ഒക്കെ ഇടുന്നതായിരിക്കും. മൈൻഡ് ഫ്രീ വ്ളോഗ്സിന്റെ പുതിയ വീഡിയോയുമായി കാണുന്നവരെ ക്യാമറമാനിന്റെ അപ്പോഴൊപ്പം ഇറ്റ്സ് മീ റീബ്രോൺ. ഗുഡ് ബൈ.